ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2024 സെപ്റ്റംബർ 10-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ PDF നോട്ട്സ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ബെപ്പി കൊളംബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിഷനെ കുറിച്ചിട്ടാണ്. നോക്കാം. ഇറ്റ് ഈസ് എ ജോയിന്റ് മിഷൻ ബൈ ദ യൂറോപ്യൻ സ്പേസ് ഏജൻസി ആൻഡ് ദി ജപ്പാൻസ് ജാക്സ ടു സ്റ്റഡി മെർക്യൂറി. അതായത് പ്ലാനറ്റ് മെർക്യൂറിനെ, അതായത് ബുധൻ എന്ന് പറഞ്ഞ പ്ലാനറ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസിയും അതുപോലെ തന്നെ ജപ്പാന്റെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള ജാക്സയും ചേർന്ന് ജോയിന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു മിഷനാണ് ബെപ്പി കൊളംബോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ലോഞ്ച്ഡ് ഓൺ October 20, 2018 ആൻഡ് വിൽ ബിഗിൻ ഓർബിറ്റിംഗ് മെർക്യൂറി ഇൻ 2026. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്തത് 2018 ഒക്ടോബർ 20-നാണ്. എന്നിട്ട് ഇത് മെർക്യൂറിയിലെത്തി മെർക്യൂറിനെ ഓർബിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2026-ലായിരിക്കും. ദ സ്പേസ് ക്രാഫ്റ്റ് ഹാസ് 2 കമ്പോണൻസ്. European Space Agency's Mercury Planetary Orbiter (MPO) to study Mercury's surface and composition, and JAXA's Mercury Magnetospheric Orbiter (MMO) to investigate its magnetic field. അപ്പോൾ ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിന് പ്രധാനമായിട്ട് 2 കമ്പോണൻസ് ആണുള്ളത്. ഈ 2 സ്പേസ് ഏജൻസികളും ഡിസൈൻ ചെയ്തത്. ഒരെണ്ണം യൂറോപ്യൻ സ്പേസ് ഏജൻസി ഡിസൈൻ ചെയ്തിട്ടുള്ള മെർക്യൂറി പ്ലാനറ്ററി ഓർബിറ്റർ ആണ്. അതിൻ്റെ ഉദ്ദേശം മെർക്യൂറിയുടെ സർഫസിൻ്റെ കോമ്പോസിഷൻ അതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ ജാക്സ ഡിസൈൻ ചെയ്തിട്ടുള്ള മെർക്യൂറി മാഗ്നറ്റോസ്ഫെറിക് ഓർബിറ്റർ ആണ്. അതിൻ്റെ ഉദ്ദേശം മെർക്യൂറിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബെപ്പി കൊളംബോ മേഡ് ഇറ്റ്സ് ക്ലോസസ്റ്റ് ഫ്ലൈ ബൈ ഓഫ് മെർക്യൂറി, ക്യാപ്ചറിംഗ് ഡീറ്റെയിൽഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് ഓഫ് ദി പ്ലാനറ്റ്സ് cratered surface and provided the first clear view of the Mercury south pole. അപ്പോൾ ഈ അടുത്ത ന്യൂസിൽ വരാൻ കാരണം ഈ ബെപ്പി കൊളംബോ മെർക്യൂറിയുടെ ഏറ്റവും അടുത്തേക്കൂടെ പറന്ന് പോയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അടുത്തേക്കൂടെ കടന്നു പോയിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ്, ഈ പ്ലാനറ്റിന്റെ ഇങ്ങനെ കുഴികളൊക്കെ നിറഞ്ഞ സർഫസിന്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ക്യാപ്ചർ ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് മെർക്യൂറിയുടെ സൗത്ത് പോളിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു ക്ലിയർ വ്യൂ ആണ് ഇപ്പൊ നമുക്ക് ഈ ഒരു ബെപ്പി കൊളംബോ എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റ് ഇപ്പൊ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ബെപ്പി കൊളംബോ എന്ന് പറയുന്ന ആ ഒരു മിഷനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് FAO ഫുഡ് പ്രൈസ് ഇൻഡെക്സിനെ കുറിച്ചിട്ടാണ്. FFPA എന്താണെന്ന് നോക്കാം. ട്രാക്സ് മന്ത്ലി ചേഞ്ചസ് ഇൻ ദ ഗ്ലോബൽ ഫുഡ് പ്രൈസ് for 5 commodity groups: meat, dairies, cereals, vegetable oils and sugar based on export shares from 2014-16. അതായത് 2014-16 എന്ന് പറയുന്നത് ബേസ് ആക്കി വെച്ചുകൊണ്ട് 5 കമ്മോഡിറ്റീസിന്റെ ഫുഡ് പ്രൈസ് മന്ത്ലി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് ട്രാക്ക് ചെയ്യുന്നതാണ് ഈ ഒരു FAO ഫുഡ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് 5 കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത്? മീറ്റ്, ഡയറി, സെറിയൽസ്, അതുപോലെ വെജിറ്റബിൾ ഓയിൽ, ഷുഗർ. ഇതാണ് 5 കമ്മോഡിറ്റീസ്. ഇഷ്യൂഡ് ബൈ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ സിൻസ് 1996. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് പുറത്തിറക്കുന്നത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് 1996 മുതൽ. മാർജിനൽ ഡ്രോപ്പ്, അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ഇൻഡെക്സിൽ കിട്ടിയ റിപ്പോർട്ടിന്റെ പ്രകാരം എന്തൊക്കെയാണ് കാര്യങ്ങൾ? മാർജിനൽ ഡ്രോപ്പ് ഇൻ ദ ഗ്ലോബൽ ഫുഡ് പ്രൈസ്, അതായത് ലോകത്തിൽ മൊത്തത്തിൽ ഫുഡ് പ്രൈസിൽ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. വീറ്റ് പ്രൈസ് ഫെൽ ഡ്യൂ ടു ബ്ലാക്ക് സീ സപ്ലൈ, അതായത് ബ്ലാക്ക് സീ സപ്ലൈ കാരണം വീറ്റിന്റെ വില ഗോതമ്പിന്റെ വില കുറഞ്ഞിട്ടുണ്ട്. റൈസ് പ്രൈസസ് റോസ് സ്ലൈറ്റ്ലി, മെയ്സ് പ്രൈസ് ഇൻക്രീസ്ഡ് ഡ്യൂ ടു ഹീറ്റ് വേവ്സ്. അതുപോലെ അരിയുടെ പ്രൈസ് കുറച്ച് കൂടിയിട്ടുണ്ട്. പിന്നെ മെയ്സിന്റെ പ്രൈസ് ഹീറ്റ് വേവ്സ് കാരണം കുറച്ച് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഇത്തവണത്തെ ഇൻഡെക്സിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് പുറത്തിറക്കുന്നത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ആണെന്ന് മനസ്സിലാക്കുക. 5 കമ്മോഡിറ്റീസിന്റെ ഫുഡ് പ്രൈസ് ആണ് ഇത് ട്രാക്ക് ചെയ്യുന്നത്: മീറ്റ്, ഡയറി, സെറിയൽസ്, വെജിറ്റബിൾ ഓയിൽ ആൻഡ് ഷുഗർ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എക്സസൈസ് യുദ്ധ അഭ്യാസിനെ കുറിച്ചിട്ടാണ്. ബൈലാറ്ററൽ ജോയിന്റ് മിലിറ്ററി എക്സർസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിൻസ് 2004 വിച്ച് ഇസ് ഹെൽഡ് ആനുവലി. അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു
ബൈലാറ്ററൽ ജോയിന്റ് മിലിറ്ററി എക്സർസൈസ് ആണ്. 2004 മുതലാണ് നടത്തുന്നത്. എല്ലാ വർഷവും ആനുവലി നടത്തുന്ന ഒരു എക്സർസൈസ് ആണ് മിലിറ്ററി എക്സർസൈസ്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? എൻഹാൻസ് മിലിറ്ററി കോപ്പറേഷൻ ആൻഡ് ജോയിന്റ് ഓപ്പറേഷണൽ കേപ്പബിലിറ്റീസ്, പെർട്ടിക്കുലർലി ഫോക്കസിംഗ് ഓൺ കൗണ്ടർ ടെററിസം ആൻഡ് കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻസ്. അപ്പോൾ പ്രധാനമായിട്ട് 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, മിലിറ്ററി കോപ്പറേഷൻ എൻഹാൻസ് ചെയ്യുക, പിന്നെ ജോയിന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷണൽ കേപ്പബിലിറ്റി ബിൽഡ് ചെയ്യുക. അതുവഴി കൗണ്ടർ ടെററിസത്തിനെതിരെയും ഇൻസർജൻസി ഓപ്പറേഷൻസിനെതിരെയൊക്കെ ഒരു ഇത് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഒബ്ജക്റ്റീവ്. The 2024 edition of India-US Army bilateral exercise Yuddha Abhyas has begun at the Mahajan Field ഫയറിംഗ് റേഞ്ചസ് ഇൻ രാജസ്ഥാൻ. അപ്പൊ രാജസ്ഥാനിലാണ് ഇത്തവണത്തെ 2024 യുദ്ധാഭ്യാസ എക്സർസൈസ് നടക്കുന്ന വേദി എന്ന് പറയുന്നത്. രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചസിലാണ് ഇത്തവണ ഈ ഒരു യുദ്ധാഭ്യാസം നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എയർ ക്വാളിറ്റി ആൻഡ് ക്ലൈമറ്റ് ബുള്ളറ്റിൻ 4th ആനുവൽ റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത് ആരാണ്? ഇഷ്യൂഡ് ബൈ യുണൈറ്റഡ് നേഷൻ വേൾഡ് മെറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷൻ. അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ വേൾഡ് മെറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷൻ ആണ് എയർ ക്വാളിറ്റി ആൻഡ് ക്ലൈമറ്റ് ബുള്ളറ്റിൻ പുറത്തിറക്കുന്നത്. അതിന്റെ 4th ആനുവൽ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പാർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 ട്രെൻഡ് എന്താണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്? യൂറോപ്പ് ആൻഡ് ചൈന റെഡ്യൂസ്ഡ് പൊല്യൂഷൻ, നോർത്ത് അമേരിക്ക ആൻഡ് ഇന്ത്യ സോ ഇൻക്രീസസ്. അതായത് പാർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 കാരണം ഉണ്ടാകുന്ന പൊല്യൂഷൻ യൂറോപ്പിലും ചൈനയിലൊക്കെ കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ നോർത്ത് അമേരിക്കയിലും ഇന്ത്യയിലൊക്കെ അതിൽ ഇൻക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഗ്ലോബൽ ഹോട്ട്സ്പോട്ട്സ് ഏതൊക്കെയാണ്? അതായത് എയർ ക്വാളിറ്റി കുറഞ്ഞ് അല്ലെങ്കിൽ ഏറ്റവും പ്രശ്നമുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഹൈ PM പാർട്ടിക്കുലേറ്റ് മാറ്റർ ലെവൽസ് ഇൻ സെൻട്രൽ ആഫ്രിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, പാകിസ്ഥാൻ, ഇന്ത്യ ആൻഡ് ചൈന. അപ്പോൾ ഏറ്റവും പാർട്ടിക്കുലേറ്റ് മാറ്റർ ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്നത് ഈ സ്ഥലങ്ങളിലൊക്കെയാണ്. മധ്യ ആഫ്രിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതുപോലെ പാകിസ്ഥാൻ, ഇന്ത്യ, ചൈന. ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പാർട്ടിക്കുലേറ്റ് മാറ്റർ ലെവൽ വരുന്നത്. ക്രോപ്പ് ഇമ്പാക്റ്റ് PM 2.5 reduces crop yield by 15% by limiting sunlight. അപ്പോൾ ഈ പാർട്ടിക്കുലേറ്റ് മാറ്റർ 2.5ന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അത് നമ്മളുടെ വിളകളെയൊക്കെ ബാധിക്കും. എങ്ങനെയാണ്? ഈ 2.5 അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിളകൾക്ക് സൺലൈറ്റ് വളരെ ലിമിറ്റഡ് ആയിട്ടേ കിട്ടുള്ളൂ. 15% വരെ സൺലൈറ്റിൽ കുറവ് സംഭവിക്കും. ക്രോപ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന സൺലൈറ്റിൽ 15% വരെ കുറവ് സംഭവിക്കും. അപ്പൊ അതൊരു പ്രശ്നമാണ് പാർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 കാരണം ഉണ്ടാവുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇന്ത്യ ടോപ്സ് ഗ്ലോബൽ പ്ലാസ്റ്റിക് എമിഷൻസ്. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് പുറന്തള്ളുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യ ടോപ്പായി എന്നുള്ളതാണ് മറ്റൊരു ന്യൂസ് വരുന്നത്. എ സ്റ്റഡി പബ്ലിഷ്ഡ് ഇൻ ദ നേച്ചർ റിവീൽസ് ദാറ്റ് ഇന്ത്യ ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് എമിറ്റർ ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ്, contributing about 20% of the global total, while China ranks the 4th. അതായത് നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേർണൽ പബ്ലിഷ് ചെയ്ത സ്റ്റഡി പ്രകാരം ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് വേസ്റ്റ് എമിറ്റ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ലോകത്ത് പുറത്ത് വരുന്ന ഈ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ 20% ഇന്ത്യയിൽ നിന്നാണെന്നാണ് പറയുന്നത്. ചൈനയ്ക്ക് പോലും 4ാം സ്ഥാനമാണ്. മുൻപ് ചൈനയായിരുന്നു മുന്നിലുണ്ടായിരുന്നത്, ഇപ്പൊ ഇന്ത്യക്കാണ് ഈ ഒരു സ്ഥാനം വന്നത്. കാരണം ചൈന കുറെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ് ചെയ്യാൻ കുറെ പോളിസീസ് ഒക്കെ കൊണ്ടുവന്ന് സക്സസ് ആയത് കാരണം കൊണ്ടാണ് 4th പൊസിഷനിലേക്ക് മാറിയത്. 69% ഓഫ് ദ ഗ്ലോബൽ പ്ലാസ്റ്റിക് വേസ്റ്റ് കംസ് ഫ്രം ദ ടോപ്പ് 20 കൺട്രീസ്, മോസ്റ്റ്ലി ലോവർ ആൻഡ് മിഡിൽ ഇൻകം. അതായത് ലോകത്തിലുണ്ടാകുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകളുടെ 69% 20 രാജ്യങ്ങളിൽ നിന്നാണെന്നാണ് പറയണത്. അത് കൂടുതലും അതിൽ ഉള്ളത് ലോവർ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസ് ആണെന്നാണ് പറയുന്നത്. സർജ് ഇൻ പ്ലാസ്റ്റിക് വേസ്റ്റ് ജനറേഷൻ from about 16 lakh to 41 lakh ton per annum in India between 2015-21. അതായത് 2015-21 ആ ഒരു പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒരു വർഷം 16 ലക്ഷം ടണ്ണിൽ നിന്ന് 41 ലക്ഷം ടണ്ണായിട്ട് കൂടി എന്നാണ് പറയുന്നത്. ഗവേണൻസ് ഇഷ്യൂസ് ഇൻക്ലൂഡ് നോൺ കംപ്ലയൻസ് വിത്ത് ദി പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016, എസ്പെഷ്യലി റിഗാർഡിംഗ് എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന പല ഗൈഡ് ലൈൻസും എല്ലാവരും ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016
ഫോളോ ചെയ്യാത്തത്, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും നടപ്പിലാക്കാത്തത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന കാര്യമാണ് എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. EPR is a policy approach and environmental strategy that places the responsibility for the entire life cycle of a product, including its disposal, on the manufacturer or producer rather than the end consumer or the local government. അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് പ്ലാസ്റ്റിക്കുമായിട്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും രീതിയിലുള്ള ഇൻവോൾവ്മെന്റ് ആ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ പാക്കേജിങ്ങിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അവസാനം ഡിസ്പോസൽ ചെയ്യുന്നത് വരെ അതിൻ്റെ മാനുഫാക്ചറർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ആ പ്ലാസ്റ്റിക് വേസ്റ്റ് കൃത്യമായിട്ടുള്ള രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആണ്. അല്ലാതെ അവസാനം അത് ഉപയോഗിക്കുന്ന എൻഡ് കൺസ്യൂമറോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കപ്പെട്ട് പുറന്തള്ളപ്പെടുന്ന സ്ഥലത്ത് ലോക്കൽ ബോഡീസ് അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റ് അല്ല അതിന് റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത്, അതിന്റെ പ്രൊഡ്യൂസർ തന്നെയാണ്. അല്ലെങ്കിൽ അവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാത്തതൊക്കെ കൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് എമിറ്റ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറിയത് എന്നാണ് പറയുന്നത് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇന്ത്യ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഓൺ റോഡ് സേഫ്റ്റി 2024. അതായത് ഇന്ത്യയുടെ റോഡ് സേഫ്റ്റി റിപ്പോർട്ട് 2024 കുറിച്ചിട്ടാണ് പറയുന്നത്. ദ ഇന്ത്യ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഓൺ റോഡ് സേഫ്റ്റി 2024 ഹൈലൈറ്റ്സ് ഇന്ത്യസ് സ്ലോ പ്രോഗ്രസ് ഇൻ റെഡ്യൂസിംഗ് റോഡ് ഫാറ്റാലിറ്റീസ് ആൻഡ് സ്ട്രെസ്സസ് ദ നീഡ് ഫോർ ടൈലേർഡ് അപ്രോച്ച് ടു ഇംപ്രൂവ് റോഡ് സേഫ്റ്റി. അതായത് ഈ ഒരു റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റോഡിലുണ്ടാവുന്ന മരണങ്ങൾ കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റി എന്നുള്ളത്, ചെറിയ രീതിയിൽ കുറയ്ക്കാൻ പറ്റി എന്നുള്ളത് ഒരു ഹൈലൈറ്റ് ആണ്. പക്ഷേ ഇനിയും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ്, ആ ഒരു കാര്യം കൂടുതൽ സ്ട്രെസ് ചെയ്യണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. The report stresses that most Indian states are not on track to meet the UN Decade of Action for Road Safety goal to have traffic deaths by 2030. അതായത് യുണൈറ്റഡ് നേഷൻസ് പുറത്തിറക്കിയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ട്, UN Decade of Action for Road Safety Goals എന്ന് പറഞ്ഞിട്ട്. അത് 2030 ആകുമ്പോഴേക്കും റോഡ് സേഫ്റ്റിയിൽ ഉണ്ടാവുന്ന മരണം അല്ലെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരാം, ഫാറ്റാലിറ്റീസ് കുറച്ച് കൊണ്ടുവരാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഐക്യരാഷ്ട്ര സംഘടന കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഇന്ത്യയിൽ ഇപ്പോഴും ഈ റോഡ് ആക്സിഡൻസ് കാരണം ഉണ്ടാകുന്ന മരണങ്ങൾ കൂടാനുള്ള കാരണം. റോഡ് ട്രാഫിക് ഇഞ്ചുറീസ് റിമെയിൻ എ സിഗ്നിഫിക്കൻറ്റ് public health challenge. In 2021, these injuries were the 13th leading cause of death and 12th leading cause of health loss. അപ്പോൾ ഇപ്പോഴും ചെറിയ രീതിയിൽ മരണങ്ങൾ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഹെൽത്ത് ചലഞ്ചസ്, അതായത് ഇങ്ങനെ ആക്സിഡൻസ് കാരണം ഉണ്ടാകുന്ന ട്രാഫിക് ഇഞ്ചുറീസ് ഇപ്പോഴും ഭയങ്കര ഹൈ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. 2021 കണക്ക് പ്രകാരം ഈ മരണത്തിന് കാരണമായ 13ാമത്തെ ഒരു കാരണം ഈ ഒരു ഇഞ്ചുറീസ് ആണ്, അല്ലെങ്കിൽ ഹെൽത്ത് ലോസ് ആവാനുള്ള കാരണം, അതായത് പെർമനന്റ് ആയിട്ട് പല ഡിസബിലിറ്റീസ് ഒക്കെ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ 12ാമത് വരുന്ന കാരണം ഈ പറയുന്ന റോഡ് ഇഞ്ചുറീസ് ആണ്. West Bengal and Bihar have the lowest rate of road accident deaths with 5.9 per 1 lakh people in 2021. അതായത് 1,00,000 ആളുകളിൽ 5.9 ആളുകൾക്ക് മാത്രമാണ് റോഡ് ആക്സിഡന്റ് ഡെത്ത് സംഭവിക്കുന്നത് എന്നുള്ള കണക്കിൽ ഇന്ത്യയിലെ ഏറ്റവും കുറവ് റോഡ് ആക്സിഡന്റ് ഡെത്ത് സംഭവിക്കുന്ന സംസ്ഥാനങ്ങൾ വെസ്റ്റ് ബംഗാളും അതുപോലെ ബീഹാറുമാണ് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയണത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിസ്ട്രിക്ട് അഗ്രോ മെറ്റീരിയോളജി യൂണിറ്റ്സിനെ കുറിച്ചിട്ടാണ്. എന്താണെന്ന് നോക്കാം. ഇന്ത്യൻ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്ലാൻസ് ടു റീഇൻട്രൊഡ്യൂസ് ഡിസ്ട്രിക്ട് അഗ്രോ മെറ്റീരിയോളജി യൂണിറ്റ്സ് ആസ് പാർട്ട് ഓഫ് ദി ഗ്രാമീൺ കൃഷി മൗസം സേവ സ്കീം. അതായത് റീഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണമെന്നാണ് പറയണത്. അപ്പോൾ അത് മുൻപ് ഉണ്ടായിരുന്ന ഒരു സെറ്റപ്പാണ് എന്ത് ഡിസ്ട്രിക്ട് അഗ്രോ മെറ്റീരിയോളജി യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഗ്രാമീൺ കൃഷി മൗസം സേവ സ്കീമിന്റെ കീഴിൽ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് IMD എന്ത് ചെയ്യാൻ പോവാണ്, ഡിസ്ട്രിക്ട് അഗ്രോ മെറ്റീരിയോളജി യൂണിറ്റ്സ് അല്ലെങ്കിൽ ഡാമോസ് എന്ത് ചെയ്യാൻ പോവാണ്, ലോഞ്ച് ചെയ്യാൻ പോവാണ്, റീലോഞ്ച് ചെയ്യാൻ പോവാണ്.
Agro-meteorological advisories provide farmers with critical information about weather conditions that affect agricultural practices. അപ്പോൾ ഈ ഒരു യൂണിറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർഷകർക്ക് കൃത്യമായിട്ട് സംഭവിക്കാൻ പോകുന്ന വെതർ പാറ്റേൺസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് ഇത്തരം meteorological advisories വഴി പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. These advisories are particularly important for small and marginal farmers who make up about 80% of India's farming community and primarily rely on rain-fed agriculture. അപ്പോൾ ഇന്ത്യയുടെ ഒരു ഫാർമർ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ 80% സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സ് ആണ്. അവർക്കാണ് ഇത്തരം ഈ ഒരു യൂണിറ്റിന്റെ ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാവാനായിട്ട് പോകുന്നത്. കാരണം അവരൊക്കെ കൂടുതലും മഴയെ ബേസ് ചെയ്തിട്ടുള്ള അഗ്രികൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. The advisories are disseminated in local language, ensuring accessibility. They are shared through various channels, including text message, WhatsApp group, newspaper, and a direct communication from DAMU staff. അതായത് പല രീതിയിൽ ഇത് ആളുകളിലേക്ക് എത്തിക്കും, ഫാർമേഴ്സിലേക്ക് എത്തിക്കും. അതായത് ടെക്സ്റ്റ് മെസ്സേജ് വഴിയും വാട്സപ്പ് ഗ്രൂപ്പ്, ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ സ്റ്റാഫുകൾ വഴിയൊക്കെ ഇത്തരം ഇൻഫർമേഷൻസ് എത്തിക്കും. ഇത് ലോക്കൽ ലാംഗ്വേജിലും ഇതിൻ്റെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും ഇത് ആക്സസബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്ട്രിക്ട് അഗ്രോ മെറ്റീരിയോളജിക്കൽ യൂണിറ്റ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞതെല്ലാം ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.